കാന്തപുരത്തിന് ഇതിൽ കവിഞ്ഞ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല. ഇതിൽ ഒരു അത്ഭുതകരമായ സംഗതിയും നടന്നിട്ടുണ്ട്. ഈ സുന്നി ഐക്യത്തിൽ അവർ എംഫാറ്റിക്കായിട്ട് പറഞ്ഞൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ ലൈൻ തെറ്റാണ്, മതരാഷ്ട്രവാദം നമുക്ക് യോജിച്ചതല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മതരാഷ്ട്രവാദമാണെന്നും അത് നമുക്ക് യോജിച്ചതല്ല എന്നും അവർ പറയുമ്പോൾ ഈ സാധനം ചെന്ന് കൊള്ളുന്നത് കോൺഗ്രസ്സിനാണ്. ശരിയാണ്. കോൺഗ്രസ്സാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ട് നടക്കുന്നത്. അവർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ അപ്പോളജിസ്റ്റ് എന്ന് പറയുമല്ലോ, അവരങ്ങനെയൊന്നുമല്ല, അവർ കുഴപ്പക്കാരല്ല എന്നൊക്കെ വാദിക്കുന്നത് വി ഡി സതീശനാണ്. അവർ സ്വയം വാദിക്കുന്നൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി സ്വയം ന്യായീകരിക്കാൻ ഇറങ്ങുന്നില്ല. അവരെ ന്യായീകരിക്കുന്നത് മുഴുവൻ വി ഡി സതീശൻ മാത്രമാണ്. കോൺഗ്രസ്സിലെ മറ്റുള്ള ആൾക്കാർ പോലും ന്യായീകരിക്കുന്നില്ല. വി ഡി സതീശൻ ഒറ്റയ്ക്ക് ഉറച്ചു നിന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത തള്ളിപ്പറയുന്നു. സമസ്ത തള്ളിപ്പറയുന്നു എന്ന് പറഞ്ഞാൽ സമസ്തയിലെ ഭൂരിഭാഗം ആൾക്കാരും മുസ്ലിം ലീഗ് അനുകൂലികളാണ്, വോട്ടർമാരാണ്. അപ്പോൾ ഫലത്തിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നു എന്ന് വരും. മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സോ ജമാഅത്തെ ഇസ്ലാമിയെ ആലിംഗനം ചെയ്തു എന്ന് വരും. ഈ ഒരു ചേർച്ചയില്ലായ്മയുണ്ടല്ലോ, ഇതിനെ കോൺഗ്രസും മുസ്ലിം ലീഗും എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൗതുകത്തോടെ ഞാൻ നോക്കുകയാണ്. എങ്ങനെയാണ് ഇനി മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള തങ്ങളുടെ നിലപാട് പറയുക? എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഈ എടുത്തുപോയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? കോൺഗ്രസ് വെട്ടിലാണ്. മുസ്ലിം ലീഗ് അങ്ങനെ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആശ്ലേഷിക്കാനൊന്നും നിന്നിട്ടില്ല. കോൺഗ്രസ്സാണ് അതൊക്കെ ചെയ്തത്, മുസ്ലിം ലീഗ് അത് ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ഇതിനു മുമ്പും ഇതിൻ്റെ ഡേഞ്ചർ അറിയാം. മുസ്ലിം ലീഗ് എത്രയോ കാലമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തിയവരാണ്. ബട്ട് സോഷ്യൽ പ്രഷർ കൊണ്ട് മുസ്ലിം ലീഗിന് മെല്ലെ മെല്ലെ ഈ ഫോഴ്സസിനെ മനസ്സോടെയാണെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു. അപ്പോഴും മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇവന്മാർ മോശക്കാരാണ്, ഇവരെ കൂടെ കൊണ്ടു നടന്ന് നമ്മൾ ചീത്തയാകും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവർക്കും കുറച്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിലും. അത് വെച്ച് അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും ഒരു ബൗദ്ധിക തലത്തിലെ അവരുടെ ആർഗ്യുമെൻറ്റ്സ് അത് തടഞ്ഞു നിർത്താൻ മുസ്ലിം ലീഗിന് ആയില്ല. അങ്ങനെ കുറച്ചെങ്കിലും ഇവരെ അംഗീകരിക്കേണ്ടി വന്നു. കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ട് ആലിംഗനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരല്പം അടുപ്പിച്ചു എന്നുള്ള മുസ്ലിം ലീഗിന് അതുപോലെ അകറ്റാനും വലിയ ബുദ്ധിമുട്ടില്ല. കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ വെച്ച കാലം പുറകോട്ടെടുക്കാൻ പ്രയാസമാകും. അതല്ലെങ്കിലോ ഈ വ്യത്യാസം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കും. എങ്ങനെയാണ് സമസ്ത തള്ളിക്കളഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം ലീഗ് കൂടെ കൂട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം. ഇതുപോലെ കോൺഗ്രസ് എങ്ങനെയാണ് ഇവരെ സഖ്യകക്ഷിയായിട്ട് കൊണ്ടു നടക്കുന്നത് എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കോൺഗ്രസും വിഷമിക്കും, മുസ്ലിം ലീഗും വിഷമിക്കും.